നമസ്കാരം. ഉത്തർപ്രദേശിൽ സ്വന്തം അമ്മ നൽകിയ വഞ്ചനാ കേസിൽപ്പെട്ട വലിയ നിയമക്കുരുക്കിലായിരിക്കുകയാണ് സംസ്ഥാന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയായ സീമ ചൗധരി. ഉത്തർപ്രദേശിലെ ഹാപൂർ ജില്ലയിൽ ജില്ലാ സപ്ലൈ ഓഫീസറായി സേവനമനുഷ്ഠിക്കുന്ന സീമ ചൗധരിക്കെതിരെ വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, ക്രിമിനൽ ഗൂഢാലോചന, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സഹാരൻപൂരിലെ സർസാവ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗ്രാമത്തിൽ താമസിക്കുന്ന മുനേഷ് റാണിയാണ് സ്വന്തം മകൾക്കെതിരെ പോലീസിനെ സമീപിച്ചത്. ജൂൺ 30 വൈകിട്ട് രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ സീമ ചൗധരിയെ കൂടാതെ സഞ്ജീവ് കുമാർ, ഗംഭീർ, രാജേന്ദ്ര റാണ, നരേഷ് കുമാർ എന്നിവരുൾപ്പെടെ 5 പേർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം പോലീസ് FIR തയ്യാറാക്കിയിട്ടുണ്ട്. മകൾ ഉൾപ്പെടുന്ന ഭൂമാഫിയ സംഘം തന്നെ കബളിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചുവെന്നാണ് അമ്മയുടെ പ്രധാന ആരോപണം. തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ സ്വന്തം പേരിൽ മകൾ രഹസ്യമായ ഒരു ബാങ്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നുണ്ടെന്നാണ് മുനേഷ് റാണി പരാതിയിൽ അവകാശപ്പെടുന്നത്. ഗാസിയാബാദിലെ ഒരു ICICI ബാങ്ക് ബ്രാഞ്ചിലാണ് സീമ ചൗധരി അക്കൗണ്ട് തുറക്കുന്നത്. ഉദ്യോഗസ്ഥയായ മകൾ തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് സമ്പാദിച്ച അവിഹിത സമ്പാദ്യവും കണക്കിൽപ്പെടാത്ത കള്ളപ്പണവും ഒളിപ്പിക്കുന്നതിനാണ് ഈ അക്കൗണ്ട് ഉപയോഗിച്ചതെന്ന് അമ്മ ആരോപിക്കുന്നു. ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്റെ അനുവാദമില്ലാതെ 15 ലക്ഷം രൂപ നിക്ഷേപിക്കപ്പെട്ട വിവരവും ഇവർ കത്തിലൂടെ വെളിപ്പെടുത്തി. തന്റെ മൊബൈൽ ഫോണിലേക്ക് ബാങ്കിൽ നിന്ന് വന്ന ഒരു സന്ദേശത്തിലൂടെയാണ് അക്കൗണ്ടിനെ കുറിച്ചും പണമിടപാടിനെ കുറിച്ചും താൻ അറിഞ്ഞതെന്നും തുടർന്ന് ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോഴാണ് മകൾ തന്നെ ഇത് കൈകാര്യം ചെയ്യുന്നതായി വ്യക്തമായതെന്നും മുനേഷ് റാണി പറയുന്നു. ബാങ്ക് തട്ടിപ്പിന് പുറമെ മകൾ ഭൂമാഫിയ സംഘവുമായി ചേർന്ന് തന്റെ സ്വത്ത് വകകൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്ന ഗുരുതരമായ ആരോപണവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. തന്റെ ഒപ്പ് വ്യാജമായി ഇട്ടുകൊണ്ട് മകൾ സീമയും മറ്റ് പ്രതികളും ചേർന്ന് 2023 സെപ്റ്റംബർ 16 തീയതി വെച്ച് ഒരു വ്യാജ രസീത് നിർമ്മിക്കുകയും അതുവഴി ഭൂമി വിൽക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തഹസിൽ ഭരണകൂടത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളിലൂടെയാണ് ഈ ഭൂമി തട്ടിപ്പിനെ കുറിച്ച് താൻ അറിഞ്ഞത്. തുടർന്ന് ഈ രേഖകളിലെ ഒപ്പുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അതിന്റെ യഥാർത്ഥ ഒപ്പല്ലെന്ന് തെളിഞ്ഞതായും അമ്മ പറയുന്നു. ഈ തട്ടിപ്പിനെ താൻ എതിർത്തപ്പോൾ പ്രതികൾ തന്നെ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഭയം കാരണം ഒടുവിൽ തനിക്ക് ഈ തർക്കഭൂമി ഡെറാഡൂൺ സ്വദേശിയായ നാൻസി ജോഷിക്ക് വിൽക്കേണ്ടി വന്നുവെന്നും മുനേഷ് റാണി പരാതിയിൽ വിശദീകരിക്കുന്നു. കഴിഞ്ഞ മെയ് 13 തന്നെ മുനേഷ് റാണി സർസാവ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നെങ്കിലും പ്രാദേശിക പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. തുടർന്ന് ഇവർ സഹാരൻപൂരിലെ സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസ് മുൻപാകെ നേരിട്ടെത്തി വിഷയം ധരിപ്പിക്കുകയായിരുന്നു. SSBയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് ജൂൺ 30 പ്രതികൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. കേസിൽ ഭൂമി സംബന്ധമായ രേഖകളുടെ ഫോറൻസിക് പരിശോധനയും ബാങ്ക് അക്കൗണ്ട് ഇടപാടുകളുടെ വിശദമായ പരിശോധനയും ഉൾപ്പെടെയുള്ള സമഗ്രമായ അന്വേഷണം ആരംഭിച്ചതായി നാഗ്പൂർ സർക്കിൾ ഓഫീസർ പവൻ കുമാർ സ്ഥിരീകരിച്ചു. അതേസമയം സ്വന്തം അമ്മയിൽ നിന്ന് തന്നെ കള്ളപ്പണ നിക്ഷേപം ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും ഹാപൂർ DSO സീമ ചൗധരി ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അന്വേഷണത്തിൽ ലഭിക്കുന്ന ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാകും ഇനി ഈ കേസിൽ ഉദ്യോഗസ്ഥയ്ക്കെതിരെയുള്ള തുടർന്നുള്ള അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ പോലീസ് സ്വീകരിക്കുക.